ഇങ്ങനെ ഒരു ഭാഗമായിട്ട് സാജൻ ഇവിടെ കാണാൻ പറ്റിയത്, ഇത്രയും സീനിയർ ആയ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരു ഗംഭീരമായിട്ട് ഒരു കയ്യടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം ദിവാനാളി സാജൻ സൂര്യ നമുക്കൊപ്പം ചേരുകയാണ്. പ്ലീസ് ചെയ്യണം. സത്യമായിട്ട് എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം ഈ വേദി, കാരണം വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അനുവിൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സുഹൃത്താണ്. വിപിൻ ഭായി ഞങ്ങൾ എപ്പോഴും കോണ്ടാക്റ്റിലുള്ള സുഹൃത്താണ്. ഹണിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അനുവും ഹണിയും രണ്ടുപേരും കൂടെ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അനുശ്രീ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ട്, ഫാമിലി പരമായിട്ട് അറിയാം. വിപിൻ ഭായി എല്ലാം അറിയാം. അപ്പം എനിക്കും ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നത് ഹണി റോസിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഞാനല്ല ഒരു എന്താ പറയുക, ഒരു ബ്രദറും ഒരു സിസ്റ്റം പോലെ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിൽപ്പുണ്ട്. ആരാധനായിട്ട് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കല്ല ഈ ആറ്റിങ്ങിൽ ഇറക്കാണ് കൂടുതൽ ആരാധനയെന്ന്. പക്ഷെ അതിനുശേഷം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹണിയല്ല, ആറ്റിങ്ങിൽ ഇഷ്ടം പോലെ അതിനേക്കാളും സുന്ദരിമാരുണ്ടെന്ന്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. സാഫ്രോൺ യൂണിസെക്സ് ഫാമിലി ബ്യൂട്ടി സലൂണിന്റെ ഈ ഇനോഗ്രേഷൻ വന്നതിൽ ഞാനിവിടെ എത്താൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മനുവാണ്. പിന്നെ സാറിന്റെ സിനിമയ്ക്കും ഒക്കെ കാണാനും ഭാഗമാവാനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ അടുത്തൊരു പ്രോജക്റ്റ് വന്നപ്പോൾ നമ്മൾ ഓർത്തതിലും അത് ഓർമ്മിപ്പിച്ചതിലും മനുവിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. രണ്ട് മനുമാരുടെ കാര്യം പറയണം. തൊട്ടടുത്ത് ഇതിൻ്റെ ബാക്കിൽ താമസിക്കുന്ന മനുച്ചേട്ടൻ, സാൻഡ്വിച്ച് ഡയറക്റ്റ് ചെയ്ത മനുച്ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ മനുച്ചേട്ടൻ, എൻ്റെ ഭാര്യ എന്ന് പറയുന്ന സീരിയൽ മനുച്ചേട്ടനാണ് ഡയറക്റ്റ് ചെയ്തത്. മനുച്ചേട്ടൻ്റെ അളിയൻ്റെ സ്ഥാപനമാണിതെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ നേരത്തെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓ അത് ശരി, അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഇനോഗ്രേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. സാഫ്രോൺ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ